സോ പുതുമഴ കഴിഞ്ഞ സമയമായതുകൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് കിളിച്ചു വന്നോളൂ. മധുരക്കിഴങ്ങുകൾ വളരുന്നത് നിലത്ത് പടർന്നാണ്. ഇതിനടിയിൽ പാമ്പ് കയറിയിരിക്കാനുള്ള നല്ല ചാൻസാണ്. അതുകൊണ്ട് ഇനി മധുരക്കിഴങ്ങിനെ നമുക്ക് നിലത്ത് നടാതെ ചാക്കി നടാം. പടർന്ന് കിടക്കുമ്പോൾ അതിനടിയിൽ ഈ തണുപ്പിന് വേണ്ടിയാണ് പാമ്പുകൾ കയറിയിരിക്കുന്നത്. ഹലോ, വെൽക്കം ബാക്ക്. ഒരു കൊച്ചു സാധനമാണെങ്കിലും നമുക്ക് അത് വെച്ച് എന്തെങ്കിലും ഉപകാരപ്രദമാകുമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനത് കളയാറില്ല. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു സാധനമാണിത്. ഇതെന്താണെന്ന് മനസ്സിലായല്ലോ, നമ്മുടെ മധുരക്കിഴങ്ങാണ്. ഇത് മധുരക്കിഴങ്ങ് നമ്മൾ ഉപയോഗിക്കാതെ ഇരുന്ന് നല്ലപോലെ കിളിച്ച് വന്നു. അപ്പോൾ പിന്നെ നമുക്കിതങ്ങ് നട്ടേക്കാം. പക്ഷേ ഞാനിവിടെ ഇത്രയും നാൾ നട്ടിരുന്നതെല്ലാം നിലത്തായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ നടുന്നത് ചാക്കിനകത്താണ്. പിന്നെ നമ്മുടെ മധുരക്കിഴങ്ങിനെ നിലത്തുനിന്ന് മാറ്റി ചാക്കിലേക്കാക്കാൻ ഇപ്രാവശ്യം കാരണമുണ്ട്. ആ വലിയ ചൂടുണ്ടായിരുന്നല്ലോ, ഈ സീസണിലെ ചൂട്, ആ ചൂട് അതികഠിനമായിരുന്നു. അപ്പോൾ ഈ മധുരക്കിഴങ്ങുകൾ വളരുന്നത് നിലത്ത് പടർന്നാണ്. ഇതിനടിയിൽ പാമ്പ് കയറിയിരിക്കാനുള്ള നല്ല ചാൻസാണ്. അതുകൊണ്ട് ഇനി മധുരക്കിഴങ്ങിനെ നമുക്ക് നിലത്ത് നടാതെ ചാക്കി നടാം. ചാക്കാവുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് അനക്ക് മാറ്റുകയൊക്കെ ചെയ്യാം. പിന്നെ ഈ പടർന്ന് കിടക്കുന്നത് അങ്ങ് ഒഴിവാക്കാം. പടർന്ന് കിടക്കുമ്പോൾ അതിനടിയിൽ ഈ തണുപ്പിന് വേണ്ടിയാണ് പാമ്പുകൾ കയറിയിരിക്കുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങൾ, അപ്പോൾ നമ്മുടെ സ്ഥലവും നഷ്ടപ്പെടുകയല്ല അധികം, പിന്നെ എനിക്കധികം സ്ഥലമില്ല, അതുകൊണ്ട് സ്ഥലം നഷ്ടപ്പെടാതെയാണ് ഞാൻ എല്ലാ കൃഷികളെയും ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ പടർന്നു പോകുന്ന ആ ഒരു സാധനവും നമുക്ക് അവോയ്ഡ് ചെയ്യാം. അങ്ങനെ ഞാൻ ഇപ്രാവശ്യം നമ്മുടെ ഈ മധുരക്കിഴങ്ങിനെ നടാനായിട്ട് വെറും നമ്മുടെ കോഴിത്തീറ്റ കൊണ്ടിരുന്ന ചാക്കാണ് എടുത്തിരിക്കുന്നത്. സോ നമ്മുടെ മധുരക്കിഴങ്ങ് നടാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ചാക്കാണ്. ഇത് നമ്മുടെ കോഴിത്തീറ്റയുടെ ചാക്കാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് അടി കെട്ടിയെടുക്കാം. അടി കെട്ടാതെ എടുത്തു കഴിഞ്ഞാൽ ഇത് നിലത്ത് നേരെ നിൽക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് പോകും, ചെരിഞ്ഞ് കിടക്കും. അപ്പോൾ പിന്നെ ഇത് വളർന്നു വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിവിടെ ഇഞ്ചി, കാച്ചിൽ, പിന്നെ എന്താ നമ്മുടെ സാലഡ് കുക്കുംബർ, ഇതൊക്കെ നട്ടിരിക്കുന്നത് ചാക്കി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞൊറിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു കയറെടുത്തിട്ട് ഇത് നല്ല രീതിയിൽ അങ്ങ് ടൈറ്റായിട്ട് കെട്ടുക. ഇങ്ങനെ. എന്നിട്ട് അപ്പോൾ നമ്മുടെ ചാക്ക് ഇങ്ങനെയായി. അതിനുശേഷം ഇങ്ങനെ ഇതിനെ മറിച്ചെടുക്കുക. യെസ്, ഇങ്ങനെ ഈ സൈഡും കൂടെ ഒന്ന് നമുക്ക് ചുരുട്ടി കൊടുക്കാം. ഒരു ചിലവുമില്ലാതെ നമ്മുടെ ഗ്രോ ബാഗ് റെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചാക്ക് റെഡി. ഇനി ഇതിൻ്റെ അടിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. ഡെയിലി തൂത്തുവാരുന്ന കരികല, പിന്നെ പറമ്പിൽ നിന്ന് പറിക്കുന്ന പച്ചപ്പുല്ലുകൾ, ഇതെല്ലാമാണ് നമ്മൾ അടിയിലോട്ടിട്ട് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഇവിടുന്ന് കുറച്ച് പറിച്ച പച്ചപ്പുല്ലുകളാണ്. ഇതെല്ലാം കരികലയാണ് ഇന്ന് തൂത്തുവാരിയത്. അപ്പം നടുന്ന ദിവസങ്ങളിലുണ്ടെങ്കിൽ നമ്മളിതെല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കും. ഇത്രത്തോളം നിറച്ചുണ്ടെങ്കിലും ഇത് പെട്ടെന്ന് താന്നു പോകും. കാരണം ഇത് കരികലയല്ലേ. 2 ദിവസം കൊണ്ട് നമ്മൾ മണ്ണും ചാണകപ്പൊടിയൊക്കെ കൂടി ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കഴിയുമ്പോൾ ഇതെല്ലാം താന്ന് താഴോട്ട് പോയിക്കോളും. അപ്പോൾ ഇനിയും നമുക്കിതിനകത്ത് നിറച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചാക്കിൻ്റെ ഏറ്റവും അടിയിൽ നമ്മൾ കരികലയും പച്ചപ്പുല്ലും എല്ലാം ഇട്ടു. അതിനുശേഷം നമ്മൾ വെച്ചിരിക്കുന്ന പോട്ടി മിക്സർ. അപ്പോൾ ഇത് മണ്ണുണ്ട്, ചാണകപ്പൊടിയുണ്ട്, പിന്നെ ചാരമുണ്ട്, എല്ലാം കൂടി ഇട്ട് നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന പോട്ടി മിക്സർ. അപ്പോൾ അതുകൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനുള്ള നല്ലൊരു അടിവളം ഉണ്ടാക്കാം. അതിനായിട്ട് ഇതാണ്ടേ ചാണകപ്പൊടി കുറച്ച് മതി. കാരണം നമ്മുടെ പൊട്ടി മിക്സിനകത്ത് ഓൾറെഡി നമ്മൾ ചാണകപ്പൊടി ഇട്ടിരിക്കുന്നതാണ്. പിന്നെ വേപ്പും പിണ്ണാക്ക്, പിന്നെ ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഓർഗാനിക് ഫെർട്ടിലൈസറാണ്.
അതുകൂടെ നമുക്ക് കുറച്ച് ആഡ് ചെയ്യാം. അങ്ങനെ ഈ 3 സാധനങ്ങളും കൂടെ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് അങ്ങിട്ട് കൊടുക്കാം. ഇനി അടുത്ത നമ്മളിടുന്നത് എന്താണെന്നറിയാമോ? ഇതാണ് നമ്മുടെ കോളിഫ്ലവർ ഉണ്ടായിരുന്ന കുഞ്ഞു തൈകളെല്ലാം നമ്മൾ റീപോർട്ട് ചെയ്തു പല പല ചട്ടികളിലാക്കി, പിന്നെ കുറേ എല്ലാം പേപ്പർ ഗ്ലാസ്സുകളിലൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന ഇലകളുണ്ട്, ഇലയും തണ്ടും എല്ലാം ഇങ്ങനെ ചെറുതാക്കി ഈ നമ്മുടെ പൊട്ടി മിക്സും നമ്മുടെ വളവും എല്ലാം ഇട്ടിരിക്കുന്ന ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിതങ്ങ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നല്ലതുപോലെ ചീഞ്ഞ് നല്ലൊരു കമ്പോസ്റ്റായിട്ട് കിട്ടും. ഇനിയാണ് അപ്പോൾ ഇതേ അടുത്ത പച്ചിലയായി കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് ലെയർ മണ്ണ്. അങ്ങനെ നമ്മുടെ ചാക്കിനകത്ത് ഇതേ മണ്ണുകളൊക്കെ ഇത്രയും ഇട്ടു. പുതുമഴ കഴിഞ്ഞുകൊണ്ട് മണ്ണിനൊക്കെ ചെറിയൊരു നനവുണ്ട് കേട്ടോ. ഇത് ഈ മണ്ണിൽ നിറച്ച് മണ്ണരയുണ്ട്, കണ്ടോ മൂവ് ചെയ്യുന്നേ. അപ്പം നല്ല വളക്കൂറുള്ള മണ്ണാണ്. നടുക്ക് ഒരു ചെറിയ കുഴി ഉണ്ടാക്കുക. എന്നിട്ട് നമ്മുടെ മധുരക്കിഴങ്ങിനെ എടുത്ത് നേരെ ഇങ്ങനെ അതിൻ്റെ മുളകളെല്ലാം മുകളിലോട്ട് വരുന്ന രീതിയിൽ വയ്ക്കുക. എന്നിട്ട് മണ്ണിട്ട് മൂടുക. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് പരിപാടി. അപ്പം നമ്മൾ ഇതേ നമ്മുടെ മധുരക്കിഴങ്ങ് അതിൻ്റെ മുളകളെല്ലാം മുകളിലോട്ടാക്കി നട്ടു. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ നല്ല കരികില കൂടെ ഇട്ട് കൊടുക്കുക. മുളകളെ ഒന്നും ദ്രോഹിക്കാതെ തട്ടാതെ മുട്ടാതെ ഇട്ട് കൊടുക്കുക. പുതുമഴ കഴിഞ്ഞ സമയമായതുകൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് കിളിച്ചു വന്നോളൂ. നമ്മുടെ മധുരക്കിഴങ്ങിനെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ദേ ഇതിനടിയിൽ ഇങ്ങനെ ഇരുന്നോളും. ഇവിടെ ഇവർ വളർന്നു വലുതായിക്കോളും. ഇത് ഞാൻ നേരത്തെ അരിച്ചാക്കി നട്ട ഇഞ്ചിയാണ്. ഇതെല്ലാം നല്ലപോലെ ആയി. പിന്നെ ഈ ചാക്കിൽ നടുന്നതുകൊണ്ട് നമുക്ക് സീസൺ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഏത് സമയത്തും നമുക്ക് നടാം. അപ്പോൾ ഇതാണ്ട് അടുത്ത ആൾക്കാരെ ഞാൻ അടുത്ത ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. ഈ മധുരക്കിഴങ്ങി മുളച്ചു വന്നു കഴിയുമ്പോഴേ അതിൻ്റെ വള്ളികളെ നമുക്ക് ഈ ചാക്കിൽ തന്നെ ഓടിക്കാം. അങ്ങനെ ആകുമ്പോൾ താഴോട്ട് വരികയില്ല. നമ്മുടെ നിലത്ത് പാമ്പോ അങ്ങനെയുള്ള ആൾക്കാർ പതുങ്ങിയിരിക്കുന്നൊരു പേടിയും വേണ്ട.